തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിൽ അവയവ മാഫിയ സജീവമാണെന്ന് പരാതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളാണ് അവയവ മാഫിയയുടെ തട്ടിപ്പിനിരയായത്. അവയവദാതാക്കൾക്ക് തുച്ഛമായ തുകയാണ് തട്ടിപ്പ് സംഘം നൽകിയത്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും കാര്യമായ അന്വേഷണം ഉണ്ടായില്ലെന്ന് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് CA ബാബു പറയുന്നു. മുല്ലശ്ശേരി പഞ്ചായത്തിൻ്റെ 13, 14, 15 വാർഡുകൾ, ഈ വാർഡുകൾ കേന്ദ്രീകരിച്ചിട്ട് അവയവ കച്ചവടത്തിൻ്റെ മാഫിയരെ സജീവമായിട്ടുള്ള പ്രവർത്തനം നടക്കുക. അത് നമ്മൾ അറിഞ്ഞതിന് ശേഷം കഴിഞ്ഞ നവംബറിൽ നമ്മൾ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും നമ്മൾ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുമേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലിൻ്റെ ഫലമായിട്ട് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു. പോലീസിന് നമ്മൾ മൊഴി കൊടുത്തു, ബന്ധപ്പെട്ട രേഖകളൊക്കെ കൊടുത്തു. പക്ഷെ അത് അന്വേഷണം ശരിക്കും കച്ചവടത്തിൻ്റെ ആ മാഫിയയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 വനിതകളുടെ സ്ത്രീകളുടെ വീട്ടമ്മമാരുടെ ഉറുക്കി, പിന്നെ 2 ഒരു പുരുഷൻ്റെ കരളും മറ്റൊരു സ്ത്രീയുടെ കരളും ഇതേപോലെ ഈ അവയവ കച്ചവടത്തിൻ്റെ ആൾക്കാരെ ഇടപെടലിൻ്റെ ഫലമായിട്ട് ഇവിടെ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അവരെ സാമ്പത്തിക ആ സ്ഥിതി മോശപ്പെട്ട സ്ഥിതിയിലുള്ള ആ വീട്ടുകാരെ കണ്ടെത്തിയിട്ടാണ് ഇവരതിന് ഈ വൃക്ക കച്ചവടത്തിൻ്റെ മാഫിയ അതിൽ പ്രവർത്തിക്കുന്നത്. K. അഖിൽ വിവരണവുമായി. അഖിൽ, ഇറാനിലേക്കും മറ്റും ആളുകളെ കടത്തി അവയവ കച്ചവടം നടന്ന വാർത്ത പുറത്തു വരുന്നതിനിടെയാണ് തൃശ്ശൂരിലെ ഒരു പഞ്ചായത്തിൽ ഇത്തരത്തിൽ അവയവ മാഫിയ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവരെ പിടികൂടാനായിട്ടില്ല എന്ന ഒരു ഞെട്ടിക്കുന്ന വിവരം വരുന്നത്. എന്താണ് ഇദ്ദേഹം പറയുന്നത്? അജിംസ, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ, ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഈ CK ബാബു നടത്തിയിരിക്കുന്നത്. ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഒരാൾ അകപ്പെട്ട ഒരു കേസ് നിലനിൽക്കെയപ്പോൾ ഈ ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ, മുല്ലശ്ശേരി പഞ്ചായത്തിൽ 7 പേരുടെ അവയവങ്ങൾ ഈ മറച്ചു വിറ്റുന്ന ഒരു രീതിയിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് ഈ 5 ലക്ഷം രൂപയോളം ഒക്കെ നൽകിയ ശേഷം ഈ ഡോണർമാർക്ക് ചുരുങ്ങിയ തുക നൽകിയിട്ട് വലിയ തുകയ്ക്ക് ഈ വൃക്ക അതുപോലെ തന്നെ കരളടക്കമുള്ള അവയവങ്ങൾ മറച്ചു വിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിക്കുന്നത്. ഇതിൽ അദ്ദേഹം 7 പേരുടെ പേരുകൾ പറയുന്നുണ്ട്. ആ 7 പേരുടെ പേരുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നൽകിയ ആളുകളുടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഒരു പരാതി നൽകിയിരുന്നു. ഇതിൽ പോലീസാണ് ഒരു അന്വേഷണം നടത്തിയത്. ഈ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പറയുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ഇതിൽ കാര്യമായ കഴമ്പില്ല എന്ന് കണ്ടെത്തുകയും പക്ഷേ ഈ കൂടുതൽ, അതായത് അവയവക്കടത്തിലേക്ക് അടക്കമുള്ള ആളുകളിലേക്ക് എത്തണമെങ്കിൽ, അതിലേക്ക് പോകണമെങ്കിൽ സംസ്ഥാന തലത്തിൽ സമഗ്രമായൊരു അന്വേഷണം വേണം, അത് നടത്തേണ്ടതുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ കേസ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ അതിൽ പിന്നീട് ഒരു നടപടിയോ അല്ലെങ്കിൽ ഗുരുവായൂർ ACP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടപടിയോ മറ്റ് അന്വേഷണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏത് വർഷമാണ് ഈ അവയവ മാഫിയ ഈ ആളുകളെ 7 പേരുടെ അവയവങ്ങൾ കച്ചവടം നടത്തിയതായി പറയുന്നത്? എത്ര നാളായി സംഭവം നടന്നിട്ട്? ഈ കേസെടുത്തിട്ട് എത്ര നാളായി? അതായത് അജിംസ, ഇത് ഒരു കൃത്യമായൊരു വർഷം ഇതിൽ കൃത്യമായൊരു വർഷം നമുക്ക് പറയാൻ കഴിയില്ല. ഈ പരാതി നൽകുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ്. 2 വർഷത്തിന് അടുപ്പിച്ചോളം ഇത്തരത്തിൽ ആളുകളെ നൽകിയിട്ടുണ്ട്. ഈ പരാതി ഇയാൾ പറയുന്ന, ഈ പരാതിക്കാരൻ പറയുന്ന പ്രകാരമുള്ള ആളുകൾക്ക് 8, 6, 7 അങ്ങനെ പല മാസങ്ങൾ മുൻപ്, ഒരു 8 മാസം മുൻപ് നടന്നവരുണ്ട്, 6 മാസം മുൻപ് നടന്നവർ, 1 വർഷം മുമ്പ് നടന്നവരുണ്ട്. അത്തരത്തിൽ പലപ്പോഴായി പല സമയങ്ങളിലായിട്ട് ഇത്തരത്തിൽ ആളുകളുടെ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ വെളിപ്പെടുത്തലാണ് പരാതിക്കാരൻ നൽകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നവംബറിലാണ് അദ്ദേഹം ഒരു പരാതി നൽകുകയും ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ പരാതി പറയുന്നത് 5 പേർ വൃക്ക നൽകുകയും 2 പേർ കരൾ പകുത്തു നൽകുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇവർക്ക് തുച്ഛമായ തുക നൽകിക്കൊണ്ട് കൂടുതൽ തുകയ്ക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വഴി മറച്ചു വിറ്റു എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതിൽ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലാണ്, അതായത് ഈ ഒരു ഇടനിലക്കാരൻ്റെ പേരെല്ലാം ഈ പരാതിക്കാരൻ പറഞ്ഞിരുന്നു. ആ ഇടനിലക്കാരുമായി അന്വേഷിച്ചപ്പോൾ പക്ഷേ ഈ കേസുമായി സംബന്ധിച്ച നിർണായക കാര്യങ്ങളോ തെളിവുകളോ കണ്ടെത്താൻ സാധിച്ചില്ല. അതിൽ ഈ ഇന്റർനാഷണൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവയവ കൈമാറ്റത്തിന് നിയതമായ നിയമവും ചട്ടവും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് ഒരു മെഡിക്കൽ ബോർഡിന്റെ അനുമതിയോട് കൂടി മാത്രമേ ഒരാൾക്ക് അവയവം മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയൂ. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഇവർ പറയുന്നത്? അതായത് ഇതിൽ കൃത്യമായി തന്നെ, അതായത് ഈ പണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്ത്രീകളെയും കേന്ദ്രീകരിച്ചാണ് അവയവക്കടത്ത് നൽകുന്നത്. ഇവരെ പറഞ്ഞ് ഈ പണം കുറവുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് അവരുടെ അവയവങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് കടത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്. പക്ഷേ പ്രാഥമികമായി സിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായ കാര്യമായ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തണം
നടത്തണമെന്നൊരു റിപ്പോർട്ടാണ് ACP സമർപ്പിച്ചത്. പക്ഷേ അതിൽ പിന്നീട് ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്. ഇദ്ദേഹം ഇത്തരത്തിൽ 7 പേരുടെ പേരുകൾ മാത്രമാണ് നൽകിയത്. അതിൽ ഈ അറിയുന്ന ആളുകൾ അതാണ് ഏറ്റവും ഉയരുന്ന സംശയം. ഇത് ഈ അവയവ കൈമാറ്റം കേരളത്തിലാണോ അവയവ കൈമാറ്റം നടന്നത്, അതല്ല പുറത്തേക്ക് കൊണ്ടുപോയതാണോ? കേരളത്തിൽ അവയവ കൈമാറ്റം നടത്തണമെങ്കിൽ ഏത് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തണമെങ്കിലും സർക്കാർ നിയോഗിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ അനുമതി വേണം. അങ്ങനെ അനുമതി ലഭിച്ചിട്ടുണ്ടോ? ആരോഗ്യവകുപ്പ് എന്താണ് പറയുന്നത്? ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിൽ ഈ ആരോഗ്യവകുപ്പിൻ്റെ ആയാലും പോലീസിൻ്റെ ഒരു വിശദീകരണം ഈ സംഭവത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇതിൽ കൃത്യമായൊരു മറുപടി, അത്തരത്തിൽ സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ അതിലൊരു മറുപടി നൽകേണ്ട ആരോഗ്യവകുപ്പാണ് അല്ലെങ്കിൽ പോലീസാണ്. പക്ഷേ ഈ തരത്തിലൊരു പരാതി നൽകിയിട്ടും അതിലൊരു അന്വേഷണമോ ഒരു നടപടിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ പരാതിക്കാരൻ ഒരിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് കൃത്യമായി തന്നെ ഒരു ഡോണർക്ക് നൽകുകയാണെങ്കിൽ പോലും ഈ പണം നൽകിയുള്ള വാങ്ങുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ നടക്കില്ല. കേരളത്തിൽ വെച്ച് തന്നെയാണ് നടന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഈ പരാതിക്കാരൻ ഉന്നയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിലേക്ക് വേണ്ട തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ പോലീസിന്റെ പ്രാഥമികമായി നൽകിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ പകർപ്പും നമുക്ക് ലഭിച്ചിരുന്നു. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഈ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിലൊരു മറുപടി നൽകേണ്ടത് അല്ലെങ്കിൽ ഇതിലൊരു കൃത്യമായ ഉത്തരം നൽകേണ്ടത് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ പോലീസുമാണ്. അവർ എന്തുകൊണ്ട് ഇതിൽ വിശദമായ ഒരു കാര്യം കൂടി, പോലീസിന്റെ റിപ്പോർട്ടിൽ, പ്രാഥമിക റിപ്പോർട്ടിൽ ഇങ്ങനെ അവയവ കൈമാറ്റം നടന്നതായി പോലീസ് സമ്മതിക്കുന്നുണ്ട്. അത് എവിടെ വെച്ച് നടന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്? അത്തരത്തിലുള്ള കണ്ടെത്തലുകളും തന്നെ ആ റിപ്പോർട്ടിലില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് കാര്യമായി ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട അവയവദാനം നൽകിയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്താൻ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ പറയുന്നത് പോലെയുള്ള അവയവദാനം വലിയ രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് വിശദമായ ഒരു സംസ്ഥാന തലത്തിൽ തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇവിടെ നിന്നുകൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഉന്നയിക്കുന്നത്. ഈ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്ന് പറയുന്ന ആളുകളോട് സംസാരിച്ചപ്പോഴും അതിൽ നിന്നും കൃത്യമായി ഇതിനെ സാധൂകരിക്കുന്ന ഈ പരാതിയെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഈ ACP മുകളിലേക്ക് നൽകിയ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി മുകളിലേക്ക് നൽകിയ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന അതിൽ സംസ്ഥാന തലത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ളൊരു കാര്യമായിരുന്നു ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ഈ ACP നൽകിയ റിപ്പോർട്ടിൽ പരാമർശിച്ചത്. അതൊരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തേണ്ട കാര്യമാണ് എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പോലീസ് പറഞ്ഞത്. അതിൽ മറ്റ് ജിംസ് ചോദിച്ചതുപോലുള്ള വിശദാംശങ്ങളും തന്നെ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. ജിംസ്, അഖിൽ, ഒറ്റ കാര്യം കൂടി, ഈ അവയവം നൽകിയെന്ന് പറയുന്ന ഏതെങ്കിലും ഇരകളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ അവരുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ആരും തന്നെ അതിൽ കൃത്യമായൊരു മറുപടി നൽകാനോ അല്ലെങ്കിൽ അതിൽ സംസാരിക്കാനോ അവർ തയ്യാറായിരുന്നില്ല. പലരുടെയും ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. നമ്മൾ ഈ ആളുകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും തന്നെ അവർ പ്രതികരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പങ്കുവയ്ക്കേണ്ടി വരുന്നത്. ഈ 7 പേരുമായി നമ്മൾ ഫോണിലൊക്കെ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, നേരിട്ട് കാണാനും ശ്രമിച്ചു. പക്ഷേ ഒരു കൃത്യമായൊരു മറുപടി നമുക്ക് ഇതിൽ ആരും ലഭിച്ചിട്ടില്ല. ജിംസ്, ശരി, അഖിലാണ് വിവരങ്ങൾ നൽകി.